ഹേ ഗൈസ്, ഇന്ന് എനിക്ക് ലാബുള്ള ദിവസമാണ്. പാല് തിളപ്പിക്കുകയാണ്, ചായ ഇടാനല്ല. വീട്ടിൽ നിന്ന് കെസൈൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാല് തിളപ്പിക്കുന്നത്. ഫാത്തി എന്തൊക്കെയോ മാജിക് കാണിക്കുന്നുണ്ട്. ഇത് ബൂംബാബൂമെന്ന് പറഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും ഇതിൽ എന്തൊക്കെയോ സാധനം കാണുമെന്നാ പറയുന്നത്. ഇപ്പൊ ഇത് കണ്ട ഒന്നുമില്ല. നമ്മുടെ ഇത് ഇങ്ങനെ ഈ സമയം ടീച്ചർ അവിടെ പാല് തിളപ്പിക്കുകയാണ്. നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് പാലെടുക്കുന്നുണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ ഒരു 100 ml ആണ് എടുക്കുന്നത്. ഇത് ആസിഡോ ബേസോ ഒന്നും അല്ല ചേർക്കുന്നത്, വെള്ളമാണ് ഈ കുപ്പിക്കകത്ത് നിറച്ച് വെച്ചേക്കുന്നത്. അതും ഒരു 50 ml എടുക്കുന്നുണ്ട്. പിന്നീട് അസിറ്റിക് ആസിഡും ചേർത്തിട്ട് നമ്മൾ ഗ്ലാസ്സിലോട് വെച്ച് മിക്സ് ചെയ്യുകയാണ്. ഫാത്തി ക്ഷീണിച്ചു പോയി ഇത്രയും ചെയ്തപ്പോഴത്തേക്കും. ഇനിയാണ് നമ്മളിത് അഴിച്ചൊഴിക്കേണ്ടത്. വളരെ സൂക്ഷിച്ചാണ് ഇത് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ തെറിച്ച് താഴെ വീഴുന്നതാണ്. ഇനി അതിലുള്ള വെള്ളത്തിൻ്റെ അംശം നമ്മൾ പിഴിഞ്ഞ് കളയണം. ടീച്ചർ വന്ന് നമ്മളെ കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കെസൈൻ മൊത്തം നമ്മൾ നന്നായിട്ട് ഒപ്പിയെടുക്കണം, എന്നിട്ട് അത് പിരിഞ്ഞ് കളയണം. പിന്നീട് വെള്ളത്തിൻ്റെ അംശം തീർന്നില്ല എങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിലും ഒപ്പിയെടുക്കുക വെള്ളം. അപ്പോൾ നമുക്ക് നമ്മുടെ കേസിൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിറ്റ് എടുത്തിട്ട് എഴുതിയാൽ മതി. നമ്മൾ ഉപയോഗിച്ച സാധനം നമ്മൾ കഴുകി വെക്കണം. സോ ആഫ്റ്റർ നമ്മളിതെല്ലാം കഴുകുന്നതിൻ്റെ തിരക്കാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ കിട്ടിയ വാല്യൂ നമ്മൾ ടീച്ചറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. ഇന്നത്തെ ലാബ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ക്ലാസ്സിലോട്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ നേഹ ചേച്ചിയുടെ കയ്യിൽ ജേർണലിസ്റ്റ് ഡയറി ഇരിക്കുന്നത് കണ്ടത്. ഷീ ഈസ് വെരി ടാലൻറ്റഡ്. നല്ല രസമുണ്ടായിരുന്നു ഡയറി കാണാൻ. നമ്മളെ ഇതൊക്കെ കാണിച്ചു തന്നു, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.